നമസ്കാരം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വീട് പണിയിൽ അതിപ്രധാന റോളാണ് ആ വീട് പണിക്ക് ഉപയോഗിക്കുന്ന ബ്രിക്കുകൾക്കുള്ളത്. സ്വാഭാവികമായിട്ട് ഒരു വീടിൻ്റെ ബ്രിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ ബ്രിക്കിൻ്റെ ഉറപ്പ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും, വീട് പണിയൊക്കെ കഴിഞ്ഞ് സാമാന്യേന ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിറയെ ക്രാക്കുകൾ രൂപപ്പെടുന്നത് കാണാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളായിട്ട് വരുന്നത് ഈ ബ്രിക്കിൻ്റെ സ്ട്രെങ്ത്താണ്. അപ്പോൾ നമ്മൾ ബ്രിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ സ്ട്രെങ്ത്ത് തൊട്ടടുത്ത ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ കൊണ്ടുപോയി 3.5 Nm/mm മുകളിലുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു പരിധി വരെ അതിൻ്റെ ഇത്തരം ഇഷ്യൂസുകൾ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബ്രിക്ക് നമ്മൾ പണിയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണോ സൈറ്റിൽ അൺലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അങ്ങനെ എടുത്ത് പണിയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു സയൻറ്റിഫിക് മെത്തേഡല്ല. നിർബന്ധമായിട്ട് നമ്മൾ ബ്രിക്ക് പണിയുന്നതിന് മുൻപായിട്ട് നന്നായി നനയ്ക്കണം, നന്നായി ക്യൂർ ചെയ്യപ്പെടണം. അങ്ങനെ ക്യൂർ ചെയ്തില്ല, നനച്ചില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യം, ബ്രിക്ക് നമ്മൾ മോട്ടാറിൻ്റെ ബെഡിൽ വെക്കുമ്പോൾ ആ മോട്ടാറിലുള്ള വെള്ളം മൊത്തം ഈ ബ്രിക്ക് അബ്സോർബ് ചെയ്യുകയും മോട്ടാറിന് ക്യൂറിങ്ങിന് ആവശ്യമായിട്ടുള്ള വാട്ടർ കിട്ടാതെ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ രണ്ട് ബ്രിക്കിൻ്റെ ഇടയിൽ വിരലൊന്ന് വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ പിരിപുര പൊടിഞ്ഞു കാണാം, സിമെൻറ്റും മണലും അടങ്ങുന്ന മോട്ടാർ. അപ്പോൾ അതിൻ്റെ മേജർ ഒരു കാരണങ്ങളിലൊന്ന് ബ്രിക്ക് നനയ്ക്കാതെ പണിയുന്നത് കൊണ്ടാണ്. രണ്ടാമതായി, ഇന്നത്തെ കാലത്ത് ബ്രിക്ക് വർക്കിൽ പറ്റാവുന്ന രണ്ടാമത്തെ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് നമ്മൾ ഭാരതപ്പുഴ മണൽ മറ്റേ നേച്ചുറൽ സാൻഡാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എംസാൻഡാണ് ഉപയോഗിക്കുക. എംസാൻഡിൻ്റെയും സിമെൻറ്റിൻ്റെയും കളറ് ഏകദേശം സെയിം ആണ്. അപ്പോൾ എത്രത്തോളം പഴയ കാലത്താണെങ്കിൽ നമുക്ക് ഈ മണലിനകത്ത് എത്രത്തോളം സിമെൻറ്റ് ചേർത്തിട്ടുണ്ടെന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ സിമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മണലിൻ്റെയും കളർ ഏകദേശം സെയിം ആയതുകൊണ്ട് നോട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള റേഷ്യോ പാലിക്കുന്നുണ്ടെന്നും നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം, ചുമരുപണി നടന്ന് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് നമ്മൾ ഒരു 7 മുതൽ 10 ദിവസം വരെ തുടർച്ചയായിട്ട് നനയ്ക്കേണ്ടതുമുണ്ട്. ഈ 3 കാര്യങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യേന ഒരു ചുമരുപണിയിൽ വരുന്ന ഇത്തരം അപാകതകൾ ഒഴിവാക്കുകയും നമ്മുടെ വീട് നമുക്ക് കാലങ്ങളോളം കേടുപാട് കൂടാതെ സൂക്ഷിക്കാനും കഴിയും. താങ്ക് യു.